ബാലിയിൽ അങ്ങനെ വലിയ പാക്കേജ് ഒന്നും ഇല്ലാണ്ട് പോയി വരാം. എൻ്റെ 5ാമത്തെ കൺട്രിയായ ഇന്തോനേഷ്യയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ ഒരു സൈക്കിളൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകേണ്ട സ്ഥലങ്ങളും എങ്ങനെ ഇവിടെ എത്തി, എന്തൊക്കെ സാധനം വേണം, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ ബാലി പോകാൻ വേണ്ടി ഒരു 3 മാസം മുമ്പ്, ഒരു 3 മാസം മുമ്പ് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചു. കൊച്ചിയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. ബാറ്റിക് എയർ എന്ന് പറഞ്ഞ മലേഷ്യൻ്റെ ഒരു എയർലൈൻസിൻ്റെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ബുക്ക് ചെയ്തില്ല. കാരണം ഞങ്ങൾ വേറൊരു കൺട്രിയും കൂടെ പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടുള്ള ടിക്കറ്റാണ് പിന്നെ ബുക്ക് ചെയ്തത്. അപ്പം ഇതിന് ഇവിടെ വരാൻ വേണ്ടി അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാലിയിൽ വരുമ്പം നേരെ വന്ന് ഇറങ്ങി കയറാൻ പറ്റില്ല. പകരം ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ലിങ്ക് എവിടെ നിന്ന് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് അടിയിലിട്ടേക്കാം. അതിനകത്ത് പൈസയൊന്നും കൊടുക്കണ്ട, നേരെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. ഏത് എയർലൈൻസിനാണ് വരുന്നത്, എപ്പോഴാണ് എത്തുന്നത്, എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് അത് ഫില്ല് ചെയ്യണം. പിന്നെ വിസയുണ്ട് ഇന്തോനേഷ്യയിൽ. അതൊന്നെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അറൈവ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇ വിസ ആയിട്ട് എടുക്കാം. ഇ വിസയാണ് നല്ലത്. കാരണം ഇ വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവരുടെ കൗണ്ടറിലായിട്ട് ചെല്ലാൻ പറ്റും. അവിടെ ചെന്നിട്ട് നമ്മൾ ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ചെല്ലുക, അവരവിടുന്ന് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. പിന്നെ ഇതിനകത്ത് വരുമ്പോൾ ഇവിടെ ഒരു ടൂറിസത്തിൻ്റെ ഒരു ഫീ കൊടുക്കണമെന്ന് കുറേ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനൊരു $10 അടുത്തങ്ങാണ്ടായി. $10 തോന്നുന്നു. കറക്റ്റ് ഞാൻ ഡീറ്റെയിൽസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് പക്ഷേ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയി, അവിടെ ഒന്നും ഇത് ചോദിച്ചില്ല. അത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഒരു റിസോർട്ട്, നമ്മൾ നിൽക്കുന്നൊരു ഹോട്ടൽ, റിസോർട്ട് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. കാരണം ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇറങ്ങി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇമിഗ്രേഷൻ്റെ ടൈമിൽ അവിടെ ചോദിക്കും. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒരു ഡിക്ലറേഷൻ, ഫസ്റ്റ് പറഞ്ഞില്ല, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ സംഭവം, പിന്നെ ഇ വിസ, പിന്നെ റിസോർട്ട്, പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന റിട്ടേൺ ടിക്കറ്റ്, ഈ കൺട്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എന്നാന്നുള്ള ആ ഒരു സംഭവം. ഇത്ര സാധനങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഫില്ല് ചെയ്തല്ല, നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കണം. ഇവിടെ വരുമ്പോൾ അത് ചോദിക്കും. ഇത്ര സാധനമാണ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തത്. ഒന്നുകൂടെ ഉണ്ട്, ഒരു $300 എടുത്തു വെച്ചു. $300 ആവശ്യമില്ല, പക്ഷേ ഒരു $300. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ ഇന്ത്യൻ കറൻസിയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് വലിയ അത്രയ്ക്ക് ഒരു കൺവേർഷൻ റേറ്റ് കിട്ടില്ല. പകരം നമ്മൾ USD ആണ് ആക്കിക്കൊണ്ട് വരുന്നതെങ്കിൽ അതിന് കിട്ടും. പിന്നെ ഇതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സാധനത്തിനൊക്കെ ഒരു ഉടായിപ്പാണ്, സത്യം പറയാമല്ലോ. അവിടെ ചുമ്മാ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതിന് ഇത്രയും രൂപ. ഇതുണ്ടോ, ഇതിപ്പം ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇതിനൊരു ഗേറ്റ് ഉണ്ടെന്ന് മാത്രം. അങ്ങനത്തെ കുറേ ഗേറ്റുകൾ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലത്ത് കാണാൻ പറ്റും. ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു ചില്ലടിച്ചിരിക്കാം, ഒരു പീസായിട്ടിരിക്കാം, അങ്ങനെ ഒരു മൈൻഡിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ ബൈക്ക് എടുത്തിട്ട് ഓട്ടമായിരുന്നു, ഫുൾ ഓട്ടമായിരുന്നു. ഇതിപ്പോൾ വന്നിട്ട് 4ാമത്തെ ദിവസമായി. ഇന്നാണ് കുറച്ചൊരു ഫ്രീ ആയത് രാവിലെ. ബാക്കി എല്ലാ ദിവസവും രാവിലെ ബൈക്ക് എടുക്കും, പോകും. ഇവിടെ വന്നിട്ട് ബൈക്കാണ് കേട്ടോ ഏറ്റവും അടിപൊളി. ബൈക്ക് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. കാറൊക്കെയാണെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ രാവിലെ ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ. വഴിയൊക്കെ ഫുള്ളാണിത്. എന്തോരം വണ്ടിയാണ് പോകുന്നത്. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ടൂറിസ്റ്റുകളെയും കൊണ്ട് തട്ടി നടക്കത്തില്ല, അതുമാത്രം ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് വയലുകളുണ്ട്. വയലിൻ്റെ സൈഡിൽ ഇങ്ങനെ റിസോർട്ടുകളായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്ക്, അവിടെ റിസോർട്ട് ആണ് അവിടെ കുറച്ചപ്പുറം ഉള്ളത്. നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, ഒരു അമ്പലത്തിൻ്റെ പുറം ഭാഗമാണിത്, ബാക്ക് സൈഡ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, വയലും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു അമ്പലം ഉണ്ടാവും, അതിൻ്റെ ചുറ്റും ഒരു മരം ഉണ്ടാവും, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇവിടെ. ഡോഗി പാഞ്ഞു വരുന്നുണ്ട്, എന്നെ ആക്രമിക്കാനാണോ എന്തോ. കടിക്കല്ലിട്ടോടാ എന്നെ, തുമ്പ മോനെ. പിന്നെ ഞങ്ങളിവിടെ ബുക്ക് ചെയ്തത്, ഹോട്ടൽ ബുക്ക് ചെയ്ത് ഉബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ. ഞങ്ങൾ ഉബാദാണ് പ്രിഫർ ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അധികം ക്രൗഡഡ് ഒന്നും വേണ്ട, കുറച്ച് പീസ്ഫുള്ളായിട്ടിരിക്കണം.
അങ്ങനത്തെ ഒരു സ്ഥലം നോക്കി എടുത്തതാണ്. പക്ഷെ പീസ്ഫുള്ളൊന്നും കിട്ടിയില്ല. ഇത്ര സാധനങ്ങളാണ് 10 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സോൾഡ് സ്റ്റോറിൻ്റെ ഒരു ബാഗ്, ഫർജേഡൻ്റെ ഒരു ബാഗ്, പിന്നെ എനിക്ക് പാസ്പോർട്ടൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ബാഗ്, അവക്കും പാസ്പോർട്ടൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ബാഗ്, പിന്നെ 20 കിലോത്തിൻ്റെ ഈ ഒരു ട്രോളി. ഇതിനകത്താണ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനൊരു TSA നമ്പർ ലോക്കും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി നേരെ കൊച്ചിക്ക്. കൊച്ചിയിൽ മെട്രോ കയറി ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പം നേരെ മുമ്പിൽ ഇലക്ട്രിക് ബസ് എയർപോർട്ടിൽ പോകണം. അതിൽ കയറി കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലെത്തും. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഒരു 3 hours മുമ്പെങ്കിലും നമ്മൾ എയർപോർട്ടിലെത്തണം. ഞങ്ങളുടെ ഫ്ലൈറ്റ് 12:30-ക്കാണ്. ഞങ്ങളൊരു 9 മണിയായപ്പോൾ അവിടെ എത്തി. ഞങ്ങളുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, കണക്ഷൻ ഫ്ലൈറ്റാണ്. കൊച്ചി ടു കോലാലംപൂർ, പിന്നെ അവിടെ ഒരു 8 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഡെൻപസാർ. ഈ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ സെയിം എയർലൈൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ ട്രാൻസിറ്റൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത എയർപോർട്ടിൽ പോയി ഇറങ്ങി അവിടുന്ന് ബാഗേജ് ക്ലെയിം ചെയ്ത് വീണ്ടും ചെക്ക് ഇൻ ചെയ്യുന്ന പരിപാടി ചെയ്യേണ്ടി വരും. ഈ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുമ്പം ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എയർപോർട്ടിൽ ഫുഡിന് നല്ല പൈസ ആയിരിക്കും. ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാം. ഞാൻ HDFCൻ്റെ മാരിയറ്റ് ബോൺവോയ് ഡൈനേഴ്സ് ക്ലബ് ഇൻ്റർനാഷണൽ കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാനൊരു 3 മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നല്ല ഡീല് കണ്ടുപിടിച്ചിട്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത്. ഞങ്ങൾ 2 പേർക്കും കൂടെ 36,000 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ആയത്. ഇത് കൊച്ചി ടു ബാലി വരെ ആട്ടോ ഈ 36,000 രൂപ. കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് ഫ്ലൈറ്റിൽ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സെൻറ്ററത്തെ സീറ്റ് ഫ്രീ ആയിരുന്നു. അത് കാരണം ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കന്ന് കാണിച്ചു. 4.5 മണിക്കൂറുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക്. നമ്മുടെ ടൈമിനേക്കാളും 2.5 മണിക്കൂർ മുമ്പിലാണ് മലേഷ്യയിലെ ടൈം. അവിടുത്തെ ഒരു 7 മണി ആയപ്പോഴേക്കും കോലാലംപൂരിലെത്തി. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലെയിൻ കയറി പോകുന്നതെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നല്ല കട്ടിയുള്ള ഹുഡിയോ അല്ലെങ്കിൽ കോട്ടോ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കാരണം ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ നമ്മൾ ഈ കഴുത്തിൽ വെക്കുന്നൊരു സാധനമില്ലേ ഉറങ്ങാൻ വേണ്ടി, ആ ഒരു സാധനം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ രാത്രിക്കൊക്കെയാണ് ഫ്ലൈറ്റെങ്കിൽ അത് വെച്ച് സുഖമായിട്ട് ഉറങ്ങാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കഴുത്തൊക്കെ നല്ലോണം വേദന എടുക്കും. ഇവിടുന്ന് ഞങ്ങൾ ലോഞ്ച് യൂസ് ചെയ്തു. ധനുവിൻ്റെ കയ്യിൽ പ്രയോറിറ്റി പാസ് ഉണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണി ആയപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ്. രാവിലെ ലോഞ്ച് കയറി ഫുഡൊക്കെ അടിച്ചുകൊണ്ട് ഉച്ചയായപ്പോൾ നല്ലോണം വിശക്കാൻ തുടങ്ങി. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബിരിയാണി പോലത്തെ സാധനം മേടിച്ചു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇങ്ങനെ ഹെവി ഫുഡ് കേട്ടോ. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 20 മലേഷ്യൻ റിംഗറ്റാണ് ഈ ഒരു ഫുഡിനായത്. അത് നമ്മുടെ ഏകദേശം ഒരു 400 രൂപ. ഇന്തോനേഷ്യയിൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്തു വെക്കണം. നമ്മൾ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഓൾ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് കയറി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു QR കോഡ് കിട്ടും. നമ്മുടെ കൂടെ എത്ര പേര് വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരാൾക്ക് QR കോഡ് കിട്ടും. അത് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ വേറൊരു കൗണ്ടർ കൂടെ ഉണ്ട്. അവിടെ ശരിക്കും കാണിക്കണം, എന്നാലേ നമ്മളെ കടത്തി വിടുള്ളൂ അവിടുന്ന്. അടുത്തത് വിസ. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിസ ഓൺ അറൈവൽ എന്നുള്ള ഒരു ക്യൂവിൽ നിൽക്കാണ്ട് നമുക്ക് നേരെ അടുത്ത ക്യൂവിലോട്ട് പോകാൻ പറ്റും. ഇവിടുത്തെ വിസയ്ക്ക് നമ്മുടെ നാട്ടിലെ ഒരു 2,600 രൂപയാണ് ആയത്. പിന്നെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് കറൻസി ഞങ്ങൾ കൺവേർട്ട് ചെയ്തു. പിന്നെ നേരെ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് അവിടെ ചെന്നു കിടന്നുറങ്ങി. രാത്രി വന്നപ്പോൾ റിസോർട്ടൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ലായിരുന്നു. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഉബൂദിലുള്ള ഉബൂദ് റായ റിസോർട്ട്. നമ്മളൊരു വില്ല പോലത്തെ സംഭവമാണ് ബുക്ക് ചെയ്തത്. 2 റൂമുണ്ട് ഇതിനകത്ത്. ബാലി എത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചൈനയിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഇവിടെ ജോയിൻ ചെയ്തായിരുന്നു. അവരും ഉണ്ട് ഇവിടെ. നല്ല വലിയൊരു കോമ്പൗണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് റൂം പോലത്തെ ഒരു വില്ല. ഇതിന് മുമ്പിൽ വലിയൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. സൈഡിൽ ഒരു കിച്ചൺ ഏരിയ പോലത്തെ ഒരു സ്ഥലമുണ്ട്. എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാണാനും നല്ല രസമുണ്ട്. നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ചൂടാക്കി കഴിക്കാൻ അവിടെ സ്റ്റൗവ്, പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ടേബിള്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് റൂം.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു റൂം ബുക്ക് ചെയ്തത്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര പോരായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ സ്കൂട്ടറും റെൻറ്റിന് എടുത്തിട്ട് കറങ്ങാൻ ഇറങ്ങി. ഇവിടെ സ്കൂട്ടറാണ് മെയിനായിട്ട് നമ്മൾ പുറത്ത് പോയി ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരു ദിവസം ഒരു 500 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടും. യമഹേൻ്റെ ഫാസിയോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഞങ്ങൾ 2 പേരും എടുത്തത്. പിന്നെ വിമാക്സ് എന്നൊക്കെ പറഞ്ഞ CC കൂടിയ വണ്ടിയുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്കൂട്ടർ എടുക്കുന്നതിന് മുമ്പ് അതിന് മൊത്തം ഒന്നൊരു വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും സ്ക്രാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ വീഡിയോ കാണിക്കാം അവിടെ പോകുമ്പോഴും ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ അവരാദ്യം വന്നിട്ട് ഇതെങ്ങനെയാണ് സ്റ്റാർട്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ പോലെ ജസ്റ്റ് ഇതിട്ടിട്ട് ഇപ്പം പുതിയ സ്കൂട്ടിയിൽ എങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞെക്കി കുറച്ചൊരു പണിയാണത് സ്റ്റാർട്ടാക്കൽ. അതൊക്കെ അവരിങ്ങനെ വന്നിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് പരിപാടി എന്തൊക്കെയാണെന്നൊക്കെ. പിന്നെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വണ്ടി ഓടിക്കണേൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ വേണമെന്ന്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഈ റിസോർട്ടിലെ ആൾക്കാർ പറഞ്ഞത്. ഏത് രാജ്യത്തു നിന്ന് വരുന്നതാണോ ആ രാജ്യത്തെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ, അതിൻ്റെ കോപ്പിയല്ല ഒറിജിനൽ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് സ്കൂട്ടി എടുത്തിട്ട് നേരെ പോവുകയാണ്. എവിടേക്കാണെന്നറിയില്ല, പോയി നോക്കട്ടെ എന്താ അവസ്ഥ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണോന്നറിയില്ല. എല്ലാത്തിനും ഒരു അമ്പലത്തിൻ്റെ ലുക്കുണ്ട്. വലിയൊരു പടി, അതിൻ്റെ ഉള്ളിൽ അമ്പലം പോലത്തെ ഒരു വീടും. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. പണ്ട് നമ്മുടെ നാട്ടിൽ മണ്ണെണ്ണ അടിക്കാൻ പോകില്ലേ, മണ്ണെണ്ണ മേടിക്കാൻ, അതേപോലത്തെ ഒരു സെറ്റപ്പ്. വലിയ പമ്പും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് കോമൺ ആയിട്ട് സൈഡിൽ കാണാൻ പറ്റുന്ന പമ്പ്. പെട്രോളിന് നമ്മുടെ നാട്ടിൽ ഒരു 40 to 50 ആ ഒരു റേഞ്ചിലാണ് ഇവിടുത്തെ പൈസ വരുന്നത്. പെട്രോളൊക്കെ അടിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു വാട്ടർഫാൾസിലേക്ക് വിട്ടു. നമ്മൾ ഈ സ്കൂട്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് പോകുമ്പോൾ അതാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് എന്തായാലും നന്നായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് സ്കൂട്ടി ഉണ്ട്. അപ്പം നമ്മുടെ ഏതാന്ന് എവിടെ വെച്ചേക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചേക്കണം. പിന്നെ ഇവിടെ ഒരുപാട് ഈ കരിക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ചെറിയ കരിക്കല്ല, നല്ല വലിപ്പമുള്ള. ഈ ഒരെണ്ണമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും അതിനകത്ത്. അത്രയ്ക്ക് വലിയ കരിക്കാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മളിതാ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോകുന്ന വഴിയാണിത് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങോട്ട് പോകാൻ. അപ്പോൾ അവിടുന്ന് ഒരു വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, പോയി നോക്കട്ടെ. ഓ, നമ്മളിതിൻ്റെ ടോപ്പിലാണ് എത്തിയത്. ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇതിലെ താഴേക്ക് ഇറങ്ങിപ്പോയി അതിൻ്റെ അടുത്ത് വരെ പോകണമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു സ്കൈ വാക്ക് പോലത്തെ ഒരു പാലമുണ്ട്. അതിൽ കയറി അടിപൊളിയായിരിക്കും കേട്ടോ. ആൾക്കാർ പോകുന്നുണ്ട്. അത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരിക്കും മിക്കവാറും. മാറങ്ങോട്ട് അയ്യയ്യയ്യയ്യേ, കൂട്ടിക്കയറാനോ അറിയില്ല. ഇത് അത്യാവശ്യം ഇങ്ങനെ ഇറങ്ങാനുണ്ട്. കുറച്ച് കുത്തനെയുള്ള ഇറക്കമാണ്. ഇങ്ങനെ ഇറങ്ങി പോകണം. ബേജി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബേജി? ടെമ്പിളാണെന്ന് തോന്നുന്നു അവിടെ. ഇതിങ്ങനെ ഇറങ്ങുന്ന വഴിക്ക് ചെറിയൊരു വാട്ടർഫാൾ ഇവിടെ ഉണ്ട്. നൈസാണ് കാണാൻ. വെള്ളം പോയി നോക്കട്ടെ അവിടെ വരെ. അവിടെ ഒന്നോ വരുന്നുണ്ടെ ഇങ്ങോട്ട് വന്നോട്ടോ. നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ വന്നു. ഉച്ചയ്ക്കാണ് വന്നത്. നല്ല വെയിലാണ്, വേർത്ത് കുളിച്ചിരിക്കുക. ഇവിടെ നിന്ന് അത്രയും കൂടെ നടക്കാനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പറ്റും. ഇറങ്ങേണ്ട സെറ്റപ്പൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. രാത്രി ആകുന്നവരെ ബൈക്കിംഗ് കൊണ്ട് അതിലേക്ക് ചുറ്റി അടിച്ച് രാത്രി ആയി കഴിഞ്ഞപ്പം ഉബൂദ് മാർക്കറ്റിൻ്റെ അങ്ങോട്ട് വിട്ടു. ഇതാണ് ഇവിടുത്തെ മെയിൻ ടൗണ്. ഇവിടെ ശരിക്ക് രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. എവിടെ നോക്കിയാലും ഒരുപാട് ഫോറിനേഴ്സിനെയും കാണാം. ഫുൾ ആക്റ്റീവായിട്ടുള്ളൊരു സിറ്റി. അതിലേക്കൂടെ ഞങ്ങൾ കുറേ നേരം നടന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് ലാസ്റ്റ് രാത്രിക്കുള്ള ലഞ്ചും ട്രൈ ചെയ്തിട്ട് നേരെ ഹോട്ടലിലേക്ക് വിട്ടു.
നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ അവിടെയുള്ള റൈസ് ടെറസ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകണം, അതുകൊണ്ട് നേരത്തെ പോയി കിടക്കണം എന്നാണ് പ്ലാന്. രാവിലെ 7 മണിക്കാണ് ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള റൈസ് ടെറസ് എല്ലാം ഓപ്പൺ ആവുന്നത്. നേരത്തെ എഴുന്നേറ്റ് ഇവിടെ എത്തിയെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഇത് ഉച്ചയായ പോലെയാണ്, നല്ല വെയിലായിട്ടുണ്ട്. എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറി ഒരു ബാലി സ്വിങ് ചെയ്യണം, അതാണ് മെയിൻ പരിപാടി. ഇവിടെ കപ്പിൾ സ്വിങ്ങും ഇൻഡിവിജ്വൽ സ്വിങ്ങും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലവും എല്ലാം കൂടെ കൂടിയിട്ട് 300 IDR ആണ് ഒരാൾക്കാവുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം കപ്പിൾ സ്വിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സിംഗിളായിട്ടുള്ള സ്വിങ് കണ്ടപ്പം അതും ഒന്ന് ട്രൈ ചെയ്തു. അതിന് സെപ്പറേറ്റ് പൈസയാണ് കേട്ടോ, അതിന് 250 IDR. 250 എന്ന് പറഞ്ഞാൽ 250 അല്ല, 250 ലക്ഷം. 250 ലക്ഷം അല്ലല്ലോ, 2,50,000 അങ്ങനെ എന്തോ സാധനം. ഈ സിംഗിളായിട്ടുള്ള ഈ ഒരു ഊഞ്ഞാലല്ല, ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, ഇത് കുറേ അങ്ങോട്ട് പോകും. നമ്മൾ കപ്പിള് കണ്ട പോലെ ചെറുതായിട്ടല്ല ഇതവരായിട്ട് നോക്കിയോ, ഇത് അത്യാവശ്യം അങ്ങനെ ഉള്ളിലേക്ക് പോവും. ഇത് നമ്മൾ കയറിയിരുന്നിട്ട് ആടുമ്പോൾ ഈ ഊഞ്ഞാലിലൊക്കെ വലിയ ഹൈറ്റിലൊന്നും ആടിയിട്ടില്ലെങ്കിൽ താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. കാരണം ഇത് അത്യാവശ്യം ഹൈറ്റിൽ നിന്നാണ് ഇതിങ്ങനെ തള്ളി വിടുന്നത്. ആദ്യം കുറച്ച് പയ്യൊക്കെ തള്ളുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ല സ്പീഡിലോട്ട് ആക്കും. അത് കുറേ അങ്ങ് ആടിക്കഴിഞ്ഞപ്പോൾ കൈയൊക്കെ വിട്ടിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. താഴെ നിൽക്കുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, കൈ വിട്, എന്നിട്ട് ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്നു, കാലുകൾ പൊന്തിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോ കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത്. നല്ല അടിപൊളിയാട്ടോ, ഒരു പേടിപ്പിക്കുന്ന എക്സ്പീരിയൻസ്. ഇതാണ് ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള പാഡി ഫീൽഡ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെറസ് പോലെ, അതായത് മലയിലാണ് നെല്ല് നട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രെയിറ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തല്ല വരുന്നത്. ഇവിടെ കണ്ടില്ലേ, മലേൻ്റെ സൈഡിൽ കൂടിയാണ് ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നത്. അത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുകളിലോട്ട്, നല്ല രസമുണ്ടത്. ഇതെങ്ങനെയാണ് ഇവിടെ വെള്ളം വരുന്നതെന്ന് അറിയില്ല. മുകളിൽ നിന്ന് ഇവർ പൈപ്പിലടിച്ച് മുകളിൽ കയറ്റുമോ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് ഇവിടുന്ന്. ഈ പാഡി ഫീൽഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ്. രാവിലെ നേരത്തെ വരാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ് ഇവിടെ. പിന്നെ വൈകുന്നേരം എനിക്ക് തോന്നുന്നു സൺസെറ്റിൻ്റെ ടൈമിൽ സൂപ്പറായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്. ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണേലും ഇങ്ങോട്ട് കയറാം. അതായത് ഈ കാണുന്ന ഈ മലേൻ്റെ മുകളിലുണ്ടോ അറിയില്ല, അവിടെ ഫുള്ള് റിസോർട്ടുകൾ പോലത്തെ അങ്ങനത്തെ ബാലി സ്വിങ്ങും കുറേ ഊഞ്ഞാലുകളുള്ളൊക്കെ സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് എൻട്രൻസ് ഫീസ് കിട്ടും. എൻട്രൻസ് ഫീസ് കോമൺ ആണ്. എന്നിട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് എല്ലായിടത്തും വരുന്നത്. ചില സൈഡിൽ ഇങ്ങനെ സെപ്പറേഷൻ ഇട്ടിട്ടുണ്ട്, പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ കിടക്കുവാണ് അങ്ങോട്ട്. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നടക്കണ്ട, ശരിക്കും കുറേ എൻട്രൻസ് ഉണ്ട്. ഏത് എൻട്രൻസിൽ കൂടെ കയറിയാലും ഇവിടെ എത്തും. ഇതുണ്ടോ, ഇതിൻ്റെ ചുറ്റും ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഇഷ്ടം പോലെ. ഇവിടെ വരെ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ചിറങ്ങാം. ട്രക്കിങ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ട്രക്കിങ്? ട്രക്ക് ചെയ്ത് ഇവിടെ എത്തി. അവിടുന്ന് ആ കുളത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ പോവാണ്. അപ്പോൾ ടോപ്പിൽ ഒരു കുളം ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പായിട്ട് പോകുന്നതാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതിലെ ഫുള്ള് നമ്മുടെ നാട്ടിലൊക്കെ സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു ഇത്. എന്തോരം വയലാണ് നമ്മുടെ നാട്ടിലുള്ള, ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവരാം.
പക്ഷെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് മാത്രം. അതാണ് ഒരു പ്രശ്നമുള്ളത്. ഇവിടെ ഇവർ നല്ല പ്രോപ്പറായിട്ട്, പക്ഷേ ഇതിങ്ങനെ വെള്ളം പോകുമ്പോൾ പൊട്ടി താഴോട്ട് പോകാത്ത എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ അതേപോലെ വെള്ളം വരുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ കയറുന്നവർക്ക് കുറച്ച് പണിയാണ്. ഏറ്റവും ഫസ്റ്റ് കയറുന്നവർക്ക്, ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ അവിടെ വരെ വരാൻ പറ്റും. ഇവിടെ ഇല്ല കേട്ടോ, അവിടെ നിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നേ. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അങ്ങോട്ട്. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു കണ്ടോ. ഇതേപോലെയാണ് വെള്ളം ഫുള്ള് പോകുന്നത്. പൊട്ടി താഴോട്ടൊന്നും പോകുന്നില്ല. വലിയ മഴ പെയ്താൽ പോകുമെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ഒക്ടോബർ മാസത്തിലാണ്. മഴയായിരിക്കും എന്നൊക്കെയാണ് വെതറിൽ കണ്ടത്. പക്ഷേ ഇവിടെ നല്ല ഒടുക്കത്തെ വെയിലാണ്. നടന്ന് മടുത്ത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കഫേകളുണ്ടാവും. നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് വേണ്ട ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്യാം. അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പോയി. ഇവിടെ ചെന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാളി. കയ്യിലുണ്ടായിരുന്ന ഫോണൊന്ന് വെള്ളത്തിൽ പോയി. പിന്നെ ഉണ്ടായിരുന്ന വിഷ്വൽസ് ഒന്നും അങ്ങനെ കിട്ടിയില്ല. ഒരു ദിവസം ഫോൺ ഉണക്കാനിട്ടിട്ടാണ് പിന്നെ ഫോൺ ഓണായത്. പിന്നെ നമ്മൾ ഉബൂദിൽ നിന്ന് റിസോർട്ടൊക്കെ ചെക്കൗട്ട് ചെയ്ത് നേരെ കുട്ടയിലേക്ക് എത്തി. ഉബൂദ് എന്ന് പറഞ്ഞാൽ ഒരു ഹിൽ സൈഡ്, അതായത് ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ കുറച്ച് ഗ്രീനറിയൊക്കെ ഉള്ള സ്ഥലമാണ്. കുട്ട എന്ന് പറയുമ്പം നമ്മൾ ഇവിടെയാണ് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയത്. ഇത് ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡ് വൈബും കാര്യങ്ങളും ഒക്കെ കുട്ടയിലാണ് കൂടുതലുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉബൂദ് സൈഡിലേക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് കുട്ടേൻ്റെ മാർക്കറ്റിൽ കൂടെ കുറച്ച് നടന്ന് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ബീച്ചിലൊരു സൺസെറ്റും അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. നടന്ന് എന്തായാലും സൺസെറ്റിൻ്റെ കറക്റ്റ് ടൈമായപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെത്തി. ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ വലിയ 2 കവാടമുണ്ട്. നേരെ കണ്ടോ, റോഡിൻ്റെ അപ്പുറം ബീച്ചാണ്. സണ്ണിങ്ങനെ സെറ്റായി പോകുന്നുണ്ട്. എല്ലായിടത്തും നല്ല ക്രൗഡാണ്. ഇത് നമ്മുടെ ഗോവയിലൊക്കെ പോലെയുള്ള ഒരു ബീച്ച്. ഇവിടെ വന്നിരുന്ന് സൺസെറ്റ് കാണാം. അതാണ് ഇനിയുള്ളൊരു പ്ലാന്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഡെൻപസാർ എയർപോർട്ടിലെ അവിടേക്ക് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ബീച്ചിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ എയർപോർട്ട് വരുന്നത്. അപ്പോൾ ദൂരെ നിന്നൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അത് വന്ന് ലാൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. പിന്നെ കുറേ തോണികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. കണ്ടോ, ആ ദൂരെ അവിടെയാണ് എയർപോർട്ടുള്ളത്. നേരെ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങും. അവിടുന്ന് ഞങ്ങൾ നേരെ ഫേമസ് ആയിട്ടുള്ള ഹാർഡ് റോക്ക് കഫേയിലേക്ക് വിട്ടു. നമ്മുടെ കൂടെയുള്ള അനഘേൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അത് ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് പ്ലാന്. അവിയേട്ടൻ ഇതെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ചെന്നു, അവർ നമ്മുടെ ബുക്കിംഗ് നോക്കി പിന്നെ നേരെ ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഹാർഡ് റോക്ക് കഫേ ലോകത്തിൽ കുറേ സ്ഥലത്ത് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലോക മൂവി ഇല്ലേ, അതിൻ്റെ ലാസ്റ്റ് ആ സംഭവമൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ ഹാർഡ് റോക്ക് കഫേയിലാണ്. ഇത് ശരിക്ക് ഈ ഒരു ബ്രാൻഡല്ല ബാൻഡില്ലേ, ആൾക്കാർ വന്നിട്ട് ഇവിടെ കുറേ ഫേമസ് ആയിട്ടുള്ള മൈക്കിൾ ജാക്സൺ അങ്ങനെ കുറേ പേര് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് പാടിയിട്ടുണ്ട് ഓരോ സ്ഥലത്തുനിന്ന്. പിന്നെ ഇവരുടെ ഈ ഒരു കഫേക്കകത്ത് ലൈവ് പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ ഓരോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ പെർഫോം ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷൻസ്, അതായത് അവരുടെ ക്ലോത്ത്സ്, അവർ യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ ഷൂ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഇവരുടെ മതിലേൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഞങ്ങൾ ചെന്നപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഇവരുടെ ഒരു ലൈവ് പെർഫോമൻസ്. ഇതിൻ്റെ ഒരു സർപ്രൈസിങ് എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അവളെ ഇതിനകത്തോട്ട് വിളിച്ചു. ഇതിൻ്റെ ഉള്ളിൽ വേറെ സ്റ്റേജിൽ കയറ്റിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഹാപ്പി ബർത്ത്ഡേയും പിന്നെ കേക്ക് മറ്റേ ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തുമൊക്കെ ചെയ്തത്. അത് നമ്മൾ നേരത്തെ വിളിച്ചത് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തത്. ഇതിന് മുമ്പ് 2 പേര് അപ്പുറം ഇരുന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ബട്ട് അത് അവരുടെ ടേബിളിൽ വന്നിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം വന്നിട്ട് പാട്ടൊക്കെ പാടിയാണ് ചെയ്തത്. പക്ഷേ ഇവളുടെ മാത്രം സ്റ്റേജിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ഇതേപോലെ പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു അവിടെ വന്നിട്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അടിപൊളിയാട്ടോ. ഇവർ ഭയങ്കര കട്ട സപ്പോർട്ടാണ്. ഇവർ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചിട്ടാണ് ഇവർ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഈ കേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ഇവർ ഭയങ്കര ഡാൻസും നമ്മളിങ്ങനെ പാട്ട് പാടാനും ഡാൻസ് കളിപ്പിക്കാനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ എൻകറേജ് ചെയ്യുന്ന പോലത്തെ പരിപാടികളായിരുന്നു ഇവർ.
നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇന്തോനേഷ്യനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത കൺട്രിയിലേക്ക്. ഇവിടുത്തെ എയർപോർട്ടിലും ചെന്ന് അവിടുത്തെ ലോഞ്ചിലും കയറി. ഒറ്റ ലോഞ്ച് പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല. ഇവിടുന്ന് നേരെ നമ്മൾ പോകാൻ പോണേ ഫിലിപ്പീൻസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ച് ഡെസ്റ്റിനേഷനായ ബൊറാക്കായ് ഐലൻഡിലേക്കാണ്. ബൊറാക്കായിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.